നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാനേജ്മെന്റ് ഓഫ് ചിൽഡ്രൻ, ചലഞ്ചഡ് ചിൽഡ്രൻ. ചലഞ്ച് ചിൽഡ്രൻ മാനേജ്മെന്റ് ആണ്. അങ്ങനത്തെ ഫിസിക്കലി ചലഞ്ചഡ് ചിൽഡ്രന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇനി ചലഞ്ച് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചലഞ്ച് ചിൽഡ്രൻ എന്ന് പറയുമ്പോഴത്തേക്കും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഹു ഹാവ് ലോങ് ടേം ആയിട്ടുള്ള ഫിസിക്കൽ, മെന്റൽ, ഇന്റലക്ച്വൽ അല്ലെങ്കിൽ സെൻസറി ഇമ്പയർമെന്റ് ഉണ്ടാകണം, വിച്ച് കനോട്ട് ബി അല്ലെങ്കിൽ വിച്ച് എന്താണ് ഹിൻഡേഴ്സ് അല്ലെങ്കിൽ വിച്ച് ആക്ട് എ ബാരിയർ, അതൊരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫുൾ ആൻഡ് എഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സൊസൈറ്റി ഇൻ ആൻ ഈക്വൽ ബേസിസ് വിത്ത് അതേഴ്സ്. ബാക്കിയുള്ളവരെ പോലെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊക്കെ കാര്യത്തിലാണ്? ഫിസിക്കൽ, മെന്റൽ, ഇന്റലക്ച്വൽ അല്ലെങ്കിൽ സെൻസറി ഇമ്പയർമെന്റ്. ലോങ് ടേം ഇത്രയും ഇമ്പയർമെന്റ് കാരണം നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ സൊസൈറ്റിയുമായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു ഫോർ ദ ഫുൾ ആൻഡ് എഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സൊസൈറ്റി. ബാക്കിയുള്ളവരെ പോലെ ഫുൾ ആൻഡ് എഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ സൊസൈറ്റിയിൽ കൊടുക്കാൻ പറ്റുന്നില്ല ഡ്യൂ ടു എന്തൊക്കെ ബാരിയർ ആയിട്ട് ഫിസിക്കൽ, മെന്റൽ, ഇന്റലക്ച്വൽ അല്ലെങ്കിൽ സെൻസറി എൻവയറമെന്റ്സ് ഒരു ബാരിയർ ആയിട്ട് നിൽക്കുന്നു. ഇനി ഡിസബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെയോ അല്ലെങ്കിൽ മൈൻഡിന്റെയോ ഏതൊരു പാർട്ടിന്റെയും ഡിസ്ഫങ്ഷനെ വിളിക്കുന്ന പേരാണ് ഡിസബിലിറ്റി. അപ്പൊ ആ ഡിസ്ഫങ്ഷൻ കാരണം ഒന്നോ അതിൽ കൂടുതലോ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഡിസബിലിറ്റി എന്ന് പറഞ്ഞ് പിടിക്കാൻ പറ്റും. അപ്പം പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹു ഹാവ് ലോങ് ടേം ആയിട്ടുള്ള ഇന്റലക്ച്വൽ, സോഷ്യൽ, ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ ഇമ്പയർമെന്റ്സ് ഉണ്ടായിരിക്കും, വിച്ച് ഹിൻഡേഴ്സ് അല്ലെങ്കിൽ വിച്ച് ആക്ട് എസ് എ ബാരിയർ ഫോർ ദ ഫുൾ ആൻഡ് എഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദയർ സൊസൈറ്റി. ആൻഡ് ഡിസബിലിറ്റി ഇസ് എ ഡിസ്ഫങ്ഷൻ ഓഫ് എനി പാർട്ട് ഓഫ് ബോഡി അല്ലെങ്കിൽ മൈൻഡ് വിച്ച് ലീഡിങ് ടു ഡിഫിക്കൽട്ടി ഇൻ പെർഫോമിംഗ് വൺ ഓർ മോർ ആക്ടിവിറ്റീസ്. ഇതാണ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫിസിക്കലി ചലഞ്ച് ചിൽഡ്രനെ കുറിച്ച് പഠിക്കാം. ഫിസിക്കലി ചലഞ്ച് ചിൽഡ്രൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ ചലഞ്ച്ഡ് ആയിരിക്കും. അവർക്ക് ഫിസിക്കൽ റീസൺസ് കാരണം സോഷ്യൽ, റിക്രിയേഷണൽ, എഡ്യൂക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ ആക്ടിവിറ്റീസ് അതേ ബാക്കി, അതായത് ആ ചിൽഡ്രന്റെ സെയിം ഏജിലുള്ള ബാക്കിയുള്ളവർ ചെയ്യുന്ന രീതിയിൽ ഈ റിക്രിയേഷണൽ ആയിക്കോട്ടെ, എഡ്യൂക്കേഷണൽ ആയിക്കോട്ടെ, പിന്നെന്താ വൊക്കേഷണൽ ആയിക്കോട്ടെ, സോഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഡ്യൂ ടു ഫിസിക്കൽ റീസൺസ്. അതാണ് എന്താ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ ചലഞ്ച് ചിൽഡ്രൻ. ഒന്ന് ടേം ആയിട്ട് പറയുകയാണെങ്കിൽ ഫിസിക്കൽ ചലഞ്ച്ഡ് അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആർ ദോസ് persons who may not have do the activities such as social, recreational, educational and vocational activities that is on the fairly equal terms with the other children of this age due to some physical reasons. ഫിസിക്കൽ റീസൺസ് കാരണം എന്താണ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ ചലഞ്ച് ചിൽഡ്രന് സോഷ്യൽ, റിക്രിയേഷണൽ, എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷണൽ ആക്ടിവിറ്റീസ് കനോട്ട് ബി ഡൺ ആസ് എ ഫെയർലി ഈക്വൽ ടേംസ് ഇൻ അതർ ചിൽഡ്രൻസ് ഓഫ് ദിസ് ഏജ്. ഓക്കെ, അത് നമ്മൾ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഓർത്തോപെഡിക്കലി ഹാൻഡിക്യാപ്ഡ്. നമ്മൾ ഓർത്തോപെഡിക്കലി ഹാൻഡിക്യാപ്ഡ്, സെൻസറി ഹാൻഡിക്യാപ്ഡ്, ന്യൂറോളജിക്കലി ഹാൻഡിക്യാപ്ഡ്, ഹാൻഡിക്യാപ്ഡ് കണ്ടീഷൻ ഡ്യൂ ടു ക്രോണിക് സിസ്റ്റമിക് ഡിസീസസ് ആൻഡ് മൾട്ടിപ്പിൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ. അങ്ങനെ 5 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമതാണ് ഓർത്തോപെഡിക്കലി ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് കൺജനൈറ്റൽ ബർത്ത് ഡിഫക്റ്റ് ആയിട്ടുള്ള ക്ലബ് ഫുട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആക്സിഡന്റൽ ഇഞ്ചറീസ് കാരണം ആംബ്യൂട്ടേഷൻ ഉണ്ടായിട്ട് അങ്ങനെ ആംബ്യൂട്ടേറ്റഡ് ആയിട്ട് ഉണ്ടാകാം. പിന്നെ എന്തെങ്കിലും ബോണി ഡിഫക്ട്സ് ലൈക്ക് റിക്കറ്റ്സ്, ഫ്രാക്ചർ, ആർത്രൈറ്റിസ്, ലെപ്രസി എക്സെട്ര. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുമ്പോൾ ബോണുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്കെലറ്റൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. കൺജനൈറ്റൽ ഡിഫക്ട്സ് ക്ലബ് ഫുട്ട് ആയിട്ട് വരും, അല്ലെങ്കിൽ ആക്സിഡന്റൽ ഇഞ്ചറീസ് കാരണം ആംബ്യൂട്ടേഷൻ ഉണ്ടാകാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്താണ്? എന്തെങ്കിലും ബോണി ഡിഫക്ട്സുകളായിരിക്കും. ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന റിക്കറ്റ്സ്, അതുപോലെ തന്നെ ഫ്രാക്ചേഴ്സ്, പിന്നെ ആർത്രൈറ്റിസ്, ലെപ്രസി എക്സെട്ര. ഇതാണ് ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ്. രണ്ടാമതാണ് സെൻസറി ഹാൻഡിക്യാപ്ഡ്. സെൻസറി ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൻസറി ഹാൻഡിക്യാപ്ഡ് ആകുമ്പോഴത്തേക്കും അവർക്ക് നമുക്ക് സെൻസറി ഹാൻഡിക്യാപ്ഡ് നമുക്ക് 3ആയിട്ട് തിരിക്കാം. വിഷ്വൽ പ്രോബ്ലംസ്, ഓഡിറ്ററി പ്രോബ്ലംസ് ആൻഡ് സ്പീച്ച് പ്രോബ്ലംസ്. വിഷ്വൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് പാർഷ്യൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലൈൻഡ്നെസ് ആയിരിക്കും, അല്ലെങ്കിൽ റിഫ്രാക്ടറി ഇറേഴ്സ് എന്തെങ്കിലും കാണും. ഇനി അതാണ് വിഷ്വൽ പ്രോബ്ലംസ്. അടുത്ത ഓഡിറ്ററി പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഹിയറിംഗ് ഇമ്പയർമെന്റ്സ് എന്തെങ്കിലും ഉണ്ടാകുക, ഡഫ് ആൻഡ് ഡംബ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പീച്ച് പ്രോബ്ലംസ്. സ്പീച്ച് പ്രോബ്ലംസ് സ്റ്റാമറിങ് ആൻഡ് ഡിസ്ഫോണിയ. ഡിസ്ഫോണിയ എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് ഡിഫിക്കൽറ്റി ഇൻ ഫോണേഷൻ, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട്. സംസാരിക്കാനൊക്കെ അറിയായിരിക്കും, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. സൗണ്ട് തോമ സിനിമ കണ്ടിട്ടില്ലേ? അതാണ് ഡിസ്ഫോണിയ എന്ന് പറയുന്നത്. സ്റ്റാമറിംഗ് എന്ന് പറയുന്നത് വിക്കാണ്, വിക്കി സംസാരിക്കത്തില്ല, അതാണ് സ്റ്റാമറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് സ്പീച്ച് പ്രോബ്ലംസ്. അപ്പോൾ സെൻസറി പ്രോബ്ലംസ് നമുക്ക് ഓൾട്ടറി പ്രോബ്ലംസ്, വിഷ്വൽ പ്രോബ്ലംസ് ആൻഡ് ഓൾസോ എന്താണ് ലാംഗ്വേജ് പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്പീച്ച് പ്രോബ്ലംസ് എന്ന് ഡിവൈഡ് ചെയ്യാം. അടുത്തതാണ് ന്യൂറോളജിക്കലി ഹാൻഡിക്യാപ്ഡ്. ന്യൂറോളജിക്കൽ ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുന്നത് എന്താണ്? സെറിബ്രൽ പാൾസി, മെന്റൽ റിട്ടാർഡേഷൻ,
സെറിബ്രൽ പാൾസി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അതൊരു ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതാണ്, അല്ലെങ്കിൽ അത് അക്യൂർഡ് ആയിട്ട് വരാം. കൂടുതലും ജനിക്കുമ്പോൾ തന്നെ സെറിബ്രൽ പാൾസി വരാറുണ്ട്. സെറിബ്രൽ പാൾസി, മെന്റൽ റിട്ടാർഡേഷൻ, പിന്നെ കൺവൾസ് ഡിസോർഡേഴ്സ്, എപ്പോഴെപ്പോഴും സീഷേഴ്സ് വരുന്ന അങ്ങനത്തെ കൺവൾസ് ഡിസോർഡേഴ്സ്, പിന്നെ ഹൈഡ്രോസിഫാലസ്, സ്പൈന ബൈഫിഡ, പോസ്റ്റ് മെനിഞ്ചൈറ്റിക് അല്ലെങ്കിൽ പോസ്റ്റ് എൻസെഫലൈറ്റിസ് സെക്വൽ, അതുപോലെ തന്നെ പോസ്റ്റ് പോളിയോ, റെസിഡൽ പാരാലിസിസ്, ഡിജനറേറ്റീവ് ഡിസീസ് ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം, ഇതൊക്കെ ന്യൂറോളജിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്. മെന്റൽ റിട്ടാർഡേഷൻ നമുക്ക് ഓർമ്മ വരുമല്ലോ ന്യൂറോളജിക്കലി ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുമ്പോൾ. പിന്നെ നമ്മുടെ സെറിബ്രൽ പാൾസിയും ഹൈഡ്രോസെഫാലസ്, അങ്ങനെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ, മെനിഞ്ചൈറ്റിസ് ഒക്കെ നമുക്ക് എന്താ എഴുതാൻ പറ്റും, ന്യൂറോളജിക്കലി ഹാൻഡിക്യാപ്ഡിനകത്ത് എഴുതാൻ പറ്റും. അടുത്ത ഹാൻഡിക്യാപ്ഡ് കണ്ടീഷൻ ഡ്യൂ ടു അതർ ക്രോണിക് ഡിസീസസ്. എന്തൊക്കെയാണ് അതർ ക്രോണിക് സിസ്റ്റമിക് ഡിസീസ്? ഹാർട്ട് ഡിസീസ്, ബ്രോങ്കിയൽ ആസ്മ, ഡയബറ്റിസ് മെൽറ്റസ്, മസ്കുലർ ഡിസ്ട്രോഫി പോലുള്ള ക്രോണിക് സിസ്റ്റമിക് ഡിസീസ് കാരണം ഉണ്ടാകുന്ന ഹാൻഡിക്യാപ്പ്. അത് കാരണം ഉണ്ടാകുന്ന ഹാൻഡിക്യാപ്പ് ആണ് എന്ന് പറയുന്നത് ഹാൻഡിക്യാപ്പ് ഡ്യൂ ടു ക്രോണിക് സിസ്റ്റമിക് ആയിട്ടുള്ള ഡിസീസ്. പിന്നെ മൾട്ടിപ്പിൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത് അവർക്ക് കോമ്പിനേഷൻ ഓഫ് നമ്മൾ നേരത്തെ പഠിച്ച ഓർത്തോപീഡിക് ആയിക്കോട്ടെ, സെൻസറി, ന്യൂറോളജിക്കൽ, പിന്നെ ക്രോണിക് ഡിസീസ് കാരണം ഹാൻഡിക്യാപ്പ്, എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ടായിരിക്കും അവർക്ക് ഉണ്ടാകുക. അതാണ് മൾട്ടിപ്പിൾ ഫിസിക്കലി ഹാൻഡിക്യാപ്പ്. മെയിൻ ആയിട്ട് നമ്മൾ 5 ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്പ്, സെൻസറി ഹാൻഡിക്യാപ്പിനകത്ത് വീണ്ടും പറഞ്ഞു ഓഡിറ്ററി, വിഷ്വൽ ആൻഡ് speech problems, neurologically handicapped due to various systemic chronic diseases, and also multiple physically handicapped children. Next, ഇതിന്റെ causes എന്തൊക്കെയായിരിക്കും? മെയിൻ ആയിട്ടും ജനറ്റിക് കോസ് ആണ്, ഏറ്റവും കൂടുതൽ ജനറ്റിക് കോസ് ആണ് വരാറ്. മെന്റൽ റിട്ടാർഡേഷൻ, ഹിയറിംഗ് ഇമ്പയർമെന്റ്, വിഷ്വൽ ഇമ്പയർമെന്റ്, സ്പീച്ച് ഇമ്പയർമെന്റ്, പിന്നെ കൺജനൈറ്റൽ അനോമലീസ്, ബ്രിട്ടിൽ ബോൺ ഡിസീസ്. ബ്രിട്ടിൽ ബോൺ ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള ബോൺ ഡിസീസുകൾ ഉണ്ടാകും. പിന്നെ സെറിബ്രൽ പാൾസി ഒക്കെയാണ് ജനറ്റിക് ആയിട്ട് വരുന്നത്. അടുത്ത നോൺ ജനറ്റിക് ആയിട്ട് വരുന്നതാണ് ബർത്ത് ട്രോമ. ബർത്ത് ട്രോമ വരുന്ന കാരണം ഉണ്ടാകുന്ന ഹൈഡ്രോസെഫാലസ് വരാറുണ്ട്. പിന്നെ എന്താണ് ക്യാപ്രിസോക്സോഡീനിയം, അതൊക്കെ വരാറുണ്ട്. പക്ഷെ ക്യാപ്രിസോക്സോഡീനിയൊന്നും നമുക്ക് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ട് പറയാൻ പറ്റില്ല. ഞാൻ നോൺ ജനറ്റിക്കലിന്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ബർത്ത് ട്രോമ, ആസ്ഫൈസിയ, മാൽ ന്യൂട്രീഷൻ, റുബല്ല, ടെറ്റനസ്, ടെറാട്ടോജനിക് ആയിട്ടുള്ള എഫക്ട്സ് ഓഫ് ഡ്രഗ്സ്, ആൽക്കഹോൾ എക്സെട്ര. മദർ താലിഡോമൈഡ് പോലുള്ള ടെറാട്ടോജനിക് ഡ്രഗ്സ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമായിട്ട് വരാം. പിന്നെ റുബല്ല, മാൽന്യൂട്രീഷൻ, റുബല്ല ഇൻഫെക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. മാൽന്യൂട്രീഷൻ, ആസ്പാസിയ, ബർത്ത് ട്രോമ ഒക്കെയാണ് നോൺ ജനറ്റിക് ആയിട്ട് വരുന്നത്. ജനറ്റിക് ആൻഡ് നോൺ ജനറ്റിക്. അടുത്തത് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്തൊക്കെയാണ്? പോളിയോ, ലെപ്രസി, HIV, എയ്ഡ്സ് എക്സെട്ര. നോൺ കമ്മ്യൂണിക്കബിൾ എന്തൊക്കെയാണ്? മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ്, സ്പൈന ബൈഫിഡ, അല്ലെങ്കിൽ സ്പൈനൽ ഡിഫോമിറ്റീസ് ആൻഡ് എപ്പിലെപ്സിസ് എക്സെട്ര ഒക്കെയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസ്. ഈ ട്രോമ എന്ന് പറയുമ്പോൾ റോഡ് ട്രാഫിക് ആക്സിഡൻസ് അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റർ കാരണം ഉണ്ടാകുന്ന ട്രോമ. കോസസ് നമുക്ക് ജനറ്റിക്, നോൺ ജനറ്റിക്കൽ, കമ്മ്യൂണിക്കബിൾ, നോൺ കമ്മ്യൂണിക്കബിൾ ആൻഡ് ട്രോമ. ഈ ഇത്രയും 5 ഹെഡിങ്ങിലാണ് കോസസ് എഴുതാൻ പറ്റുക. ക്ലാസിഫിക്കേഷനും 5 ആണ്, കോസസും നമുക്ക് 5 ഹെഡിങ്ങിലാണ് എഴുതാൻ പറ്റുക. ഇനി പ്രിവെൻഷൻ. നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? ഇൻഡിവിജ്വൽ പ്രിവെൻഷനും ഉണ്ട്, കമ്മ്യൂണിറ്റി പ്രിവെൻഷനും ഉണ്ട്. അതുപോലെ തന്നെ പ്രിവെൻഷൻ നമ്മൾ 3 ആയിട്ടാണ്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഴ്സറി പ്രിവെൻഷൻ ആയിട്ട് 3 ഹെഡിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഇൻഡിവിജ്വൽ പ്രിവെൻഷനും ഉണ്ട്, കമ്മ്യൂണിറ്റി പ്രിവെൻഷനും ഉണ്ട്. ഇൻഡിവിജ്വൽ പ്രിവെൻഷനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദേഴ്സും ഇൻഫൻസും കറക്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ എടുക്കണം. അപ്പോൾ നമുക്ക് മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി പോലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ വൈറ്റമിൻ എ ഡ്രോപ്സ് ചിൽഡ്രന് കൊടുക്കണം. അപ്പോൾ നമുക്ക് സെൻസറി ഡിഫക്ട്സ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, സെൻസറി ഹാൻഡിക്യാപ്പ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. 1 to 6 years ഏജിലുള്ള കുട്ടികൾക്ക് 6 ഡോസസ് ആണ് 6 month ഇന്റർവെല്ലിലാണ് നമ്മൾ കൊടുക്കുന്നത്. 1 to 6 years ഏജിലുള്ളവർക്ക് 6 ഡോസസ് 6 months ഇന്റർവെല്ലിലാണ് നമ്മൾ വൈറ്റമിൻ എ ഡ്രോപ്സ് കൊടുക്കുന്നത്. അത് ബ്ലൈൻഡ്നെസ്സും അതുപോലെ തന്നെ വിഷ്വൽ ഇമ്പയർമെന്റ്സ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അയൺ ആൻഡ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് പ്രഗ്നന്റ് വുമനും അതുപോലെ തന്നെ എന്താണ് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അനീമിയ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. അതാണ് ഇൻഡിവിജ്വൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ അയൺ ആൻഡ് ഫോളിക് ആസിഡിന്റെ സിറപ്പ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും, ചിൽഡ്രന് കൊടുക്കാൻ പറ്റും, ജനറ്റിക് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അയൺ ആൻഡ് ഫോളിക് ആസിഡ് അമ്മയ്ക്കും കൊച്ചിനാണെങ്കിൽ ടാബ്ലറ്റ് കൊടുക്കാൻ പറ്റില്ല, നമ്മൾ സിറപ്പ് ആയിരിക്കും കൊടുക്കുക. പിന്നെ ഉള്ളത് ഇമ്മ്യൂണൈസേഷൻ, വൈറ്റമിൻ എയുടെയും ബാക്കിയുള്ള എല്ലാ ഇമ്മ്യൂണൈസേഷനും ചെയ്യുക, വൈറ്റമിൻ എ ഡ്രോപ്സും കാര്യങ്ങളും ഒക്കെ. പിന്നെ ജനറ്റിക് കൗൺസിൽ. ഇതാണ് ഇൻഡിവിജ്വൽ. കമ്മ്യൂണിറ്റിയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഹൈ റിസ്ക് പ്രഗ്നൻസിയിലുള്ള ആൾക്കാരുണ്ടല്ലോ, ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെൽറ്റസ്, ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഉള്ളവർ ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിരിക്കും. ഹൈ റിസ്ക് പ്രഗ്നൻസിയിലുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക, ആന്റിനേറ്റൽ, ഇൻട്രാനേറ്റൽ ആൻഡ് പോസ്റ്റ്നേറ്റൽ കെയർ പര്യാപ്തം കൊടുക്കുക, അതിന്റെ ചെക്കപ്പ് കറക്റ്റ് ആയിട്ട് നടത്തുക. ഏർലി അല്ലെങ്കിൽ ലേറ്റ് പ്രഗ്നൻസി എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൽഫോർമേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏർലി അല്ലെങ്കിൽ ലേറ്റ് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യുക. ഇതുപോലെ തന്നെ കൺസെൻസസ് മാരേജ് അവോയ്ഡ് ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? തലാസീമിയ, RS ഇൻകോമ്പാക്റ്റബിലിറ്റി, അതുപോലെ ഡൗൺ സിൻഡ്രോം പോലെ കുറേ ജനറ്റിക് കണ്ടീഷൻസ് എന്താണ് ഈ ഒരു കൺസെൻസസ് മാരേജ് കാരണം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കൺസെൻസസ് മാരേജ് എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. പിന്നെ ഡെലിവറി ബൈ ട്രെയിൻഡ് ബർത്ത് അറ്റൻഡൻസ്.
ട്രെയിൻഡ് ബർത്ത് അറ്റൻഡൻസ് മാത്രമേ ഡെലിവറി കണ്ടക്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഗോയിറ്റർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അയോഡൈസ്ഡ് ആയിട്ടുള്ള സോൾട്ട് കൊടുക്കാം. ഇതാണ് നമ്മൾ കമ്മ്യൂണിറ്റി പ്രിവെൻഷൻ നമ്മൾ എടുക്കുന്നത്. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രോത്ത് മോണിറ്ററിംഗ് ബൈ ഫീൽഡ് വർക്കേഴ്സ് ഗ്രോത്ത് മോണിറ്റർ ചെയ്യുക സെക്കൻഡറി പ്രിവെൻഷന് വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും ട്രക്കോമ, നൈറ്റ് ബ്ലൈൻഡ്നസ് അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏർലി ഡിറ്റക്ട് ചെയ്യുക, അതിനെ ട്രീറ്റ് ചെയ്യുക. പിന്നെ സ്കൂൾ ഹെൽത്ത് ചെക്കപ്പും മൊബൈൽ ഹെൽത്ത് ചെക്കപ്പും കണ്ടക്ട് ചെയ്യുക. പിന്നെ ഡിസീസിനെ ഏർലി ഡിറ്റക്ട് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് സെക്കൻഡറി പ്രിവെൻഷനകത്ത് വരിക. ഓക്കെ, പ്രൈമറി പ്രിവെൻഷൻ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ്റെയും ടാബ്ലറ്റിൻ്റെയും കാര്യമൊക്കെ പറഞ്ഞത്. പിന്നെ ജനറ്റിക് കൗൺസിലിങ്ങിൻ്റെ കാര്യത്തിലും കമ്മ്യൂണിറ്റിനകത്ത് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ കാര്യം, ചെക്കപ്പുകളുടെ കാര്യം, പിന്നെ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, ഏർലി പ്രഗ്നൻസി, ലേറ്റ് പ്രഗ്നൻസി, കൺസാൻജനസ് മാരേജ് ഇത്രയും അവോയ്ഡ് ചെയ്യണം. പിന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ബർത്ത് അറ്റൻഡൻസ് വേണം കൊടുക്കാനായിട്ടും. പിന്നെ അയഡൈസ്ഡ് ആയിട്ടുള്ള സോൾട്ട് ഗോയിറ്ററിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. പിന്നെ സെക്കൻഡറി പ്രിവെൻഷനകത്ത് നമ്മൾ പറഞ്ഞത് കുറേ ചെക്കപ്പുകളാണ്. അതിലതും ചെക്കപ്പാണ് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം വഴി, മൊബൈൽ ഹെൽത്ത് ചെക്കപ്പ് ബൈ വാൻസ് കണ്ടക്ട് ചെയ്തിട്ട്, പിന്നെ ഡിസീസ് ഒക്കെ ഏർലി ഡിറ്റക്ട് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക, എസ്പെഷ്യലി ട്രക്കോമ, നൈറ്റ് ബ്ലൈൻഡ്നസ് പോലുള്ള ഡിസീസുകൾ. പിന്നെ ഫീൽഡ് വർക്കേഴ്സ് എന്ത് ചെയ്യുക, ഗ്രോത്ത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ടെർഷ്യറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫേവറബിൾ ആയിട്ടുള്ള ഒപ്പീനിയൻ അനുസരിച്ച് ക്യാമ്പയിൻസ്, ഹെൽത്ത് ക്യാമ്പയിൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. എന്നിട്ട് പീപ്പിളിനോട് ഉള്ള ആറ്റിറ്റ്യൂഡ്, അതായത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പീപ്പിളിനോടുള്ള പബ്ലിക്കിന്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യുക, അവരെ ഒന്ന് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്ത് ബോധവൽക്കരിച്ചൊക്കെ എന്താണ് കുറയ്ക്കുക. പിന്നെ മാസ് ആൻഡ് കമ്മ്യൂണിറ്റി എഫേർട്സ് നമ്മൾ എടുക്കുക. എന്തിനു വേണ്ട, ഈ ഫർദർ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും, ഭാവിയിലുള്ള ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കൊന്നും കൺജനീറ്റൽ ആയിട്ടുള്ള ഡിസീസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും, അങ്ങനത്തെ ഹാൻഡിക്യാപ്പ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാസ് ആൻഡ് കമ്മ്യൂണിറ്റി എഫേർട്സ് എടുക്കുക. പിന്നെ സ്പെഷ്യൽ സ്കൂൾസ്, ഈ ബ്ലൈൻഡ്, ഡഫ്, ഡംബ്, മ്യൂട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മെന്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ചിൽഡ്രന് ഉള്ള സ്പെഷ്യൽ സ്കൂൾസുകൾ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമുക്ക് അവരുടെ ഉള്ള ക്യാപ്പബിലിറ്റീസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ മാക്സിമം പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി ഒക്കെ നമുക്ക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി കൊടുക്കാൻ പറ്റും. പിന്നെ എന്താണ് വോളണ്ടറി ഓർഗനൈസേഷൻസ് വഴി ഹാൻഡിക്യാപ്പിന് വെൽഫെയർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെർഷ്യറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹെൽത്ത് ക്യാമ്പയിൻസ് എക്സ്റ്റൻസീവ്ലി കണ്ടക്ട് ചെയ്തിട്ട് കമ്മ്യൂണിറ്റീനെ ബോധവൽക്കരിക്കുക, അവരുടെ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ കമ്മ്യൂണിറ്റി ടുവേർഡ്സ് ഹാൻഡിക്യാപ്പ് പീപ്പിൾ. പിന്നെ അവർക്ക് സ്പെഷ്യൽ സ്കൂൾസും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, വോളണ്ടറി ഓർഗനൈസേഷൻ്റെ കാര്യം. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രനകത്ത് പറഞ്ഞത്. നമ്മൾ ആദ്യം ഡെഫിനിഷൻ പറഞ്ഞു, പിന്നെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, എറ്റിയോളജി പറഞ്ഞു, പിന്നെ പ്രിവെൻഷനാണ് പറഞ്ഞത്. പ്രൈമറി പ്രിവെൻഷൻ 2 ഹെഡിങ്ങിൽ, ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി, സെക്കൻഡറി പ്രിവെൻഷൻ, ടെർഷ്യറി പ്രിവെൻഷൻ.